ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറലായ ഒരു അടിപൊളി 5 സ്റ്റാർ ലെവൽ കോഫിയാണ് കേട്ടോ. നമ്മൾ നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കോഫി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ എത്ര വീട്ടിൽ തയ്യാറാക്കിയാലും നമുക്ക് കിട്ടാറില്ല അല്ലേ. പക്ഷെ ഇതാ ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്ക്, ഉറപ്പായിട്ടും 5 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലുള്ള ഒരു കോഫിയാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ചെയ്തു നോക്കിയാൽ അതേ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നിങ്ങൾ കോഫി തയ്യാറാക്കുമ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കോളെ, വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു 5 രൂപയുടെ കോഫി പൗഡറാണ്, ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ടും അതിലോട്ട് അങ്ങ് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യാമേ. അപ്പോൾ പഞ്ചസാര കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കോഫി ആവുമ്പോൾ അത്യാവശ്യം മധുരം മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാമേ. പാലും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു വിസ്ക് കൊണ്ട് നമുക്ക് നല്ലോണം ഇതേപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊരു നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്കത് കിട്ടണം കേട്ടോ. ആ രീതിയിലൊന്ന് മിക്സ് ചെയ്യാമേ. ഇനി അത് നമുക്കൊന്ന് മിക്സ് ചെയ്യുന്ന സമയം കൂടെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാല് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു കപ്പ് ഒരു ഗ്ലാസ് പാലെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് പാലെടുത്ത് നമുക്കത് പാത്രത്തിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. പാത്രത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ പാലെടുത്ത അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതങ്ങ് ചൂടാക്കി എടുക്കാം കേട്ടോ. പാല് നല്ലോണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിം ആക്കിയതിന് ശേഷം നമുക്കതൊന്ന് തിളപ്പിച്ച് ആ ഒരു 1/2 ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചല്ലോ, അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ആ രീതിയിൽ നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാമേ. തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ കോഫി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളതിലേക്ക് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ല രീതിയിൽ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്കതങ്ങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 മിനിറ്റോളം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് അടിച്ച് പതപ്പിച്ച് കൊടുത്താൽ നമുക്കത് ഈ രീതിയിൽ നമുക്കൊന്ന് കിട്ടുമേ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാല് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ ചൂടോടെ തന്നെ നമുക്ക് ഈ പാലങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊങ്ങി വരത്തക്ക രീതിയിൽ നമുക്കതങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും കണ്ടല്ലോ, അടിയിന്നേ ആ കോഫിയൊക്കെ ഇങ്ങനെ മുകളിലോട്ടങ്ങ് കയറി വരും. അപ്പോൾ അത് മുകളിലോട്ടങ്ങ് കയറി വന്ന് നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിലും നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലും അതേ ലുക്കിലുമുള്ള നല്ലൊരു അടിപൊളി കോഫി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊരു പ്രാവശ്യം നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. പിന്നെ നിങ്ങൾ എപ്പോൾ കോഫി തയ്യാറാക്കിയാലും ഇതേ രീതിയിൽ തയ്യാറാക്കുകയുള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാലോ, കോഫിക്ക് അത്യാവശ്യം പാല് മുന്നിട്ട് തന്നെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഈ അളവിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കട്ടെ.